അടുത്തതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് സ്പോർ ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് സ്പോർസ് ഫോം ചെയ്യും. സ്പോർസ് എന്ന് പറയുന്നത് ബാക്ടീരിയ നോൺ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സ്പോർസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നോൺ ഫ്ലജല്ല എന്തിനുള്ളതാ? മൂവ് ചെയ്യാനുള്ളതാ. സോ ഫ്ലജല്ല ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? മൂവ് ചെയ്യാത്ത സ്പോർസ്. അതിനെയാണ് നോൺ മോട്ടൈൽ എന്ന് പറയുന്നത്. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ്. നോൺ മോട്ടൈൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റാത്ത സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ എൻഡോസ്പോർസും ഉണ്ടാവാം, എക്സോസ്പോർസും ഉണ്ടാവാം. എൻഡോസ്പോർസ് എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലാണ് സ്പോർ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എൻഡോസ്പോം ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ചില ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസാണ് എൻഡോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് ബാസിലസ്, ക്ലോസ്ട്രീഡിയം, അതുപോലെ അനേറോബാക്ടർ ഒക്കെ. ഓക്കെ, എൻഡോസ്പോർസ് എന്തിനാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് ബാക്ടീരിയാസ് സ്പോർസ് ഫോം ചെയ്യുക. അവർ സർവൈവ് ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് ഈ സ്പോർ ഫോർമേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എയ്സ്റ്റിവേഷൻ, അതുപോലെ ഹൈബർനേഷൻ എന്നൊക്കെ, സമ്മർ സ്ലീപ്പ്, വിൻ്റർ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അവർ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡിൽ പോകും ഓർഗാനിസംസ്. അതുപോലെ തന്നെയാണ് ഈ എൻഡോസ്പോർ ഫോർമേഷനും. അതായത് അവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് ഡെസിക്കേഷൻ ആവാം, നല്ല റെയിനി സീസണൊക്കെ, അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷൻ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, അതുപോലെ കെമിക്കൽസുമായിട്ട് എക്സ്പോഷർ വന്നാലൊക്കെ ഇവരെന്ത് ചെയ്യും? ഒരു മെറ്റബോളിക്കലി ഇനാക്റ്റീവ് സ്റ്റേറ്റിലോട്ടേക്ക് മാറും. അതിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോ എന്ന് വെച്ചാൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് സ്പോർ ഫോം ചെയ്യും. സ്മോൾ ആയിട്ടുള്ള ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഓവൽ റെസ്റ്റിംഗ് ബോഡീസാണ് എൻഡോസ്പോർസ്. ഓക്കെ, they are resistant to desiccation and drought, upper and lower extreme of temperature, toxic chemical, etc. And they can remain dormant for many years under unfavorable condition. Okay, ഇനി എൻഡോസ്പോം എങ്ങനെയാണ് ഫോം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. സെല്ലിൻ്റെ ഉള്ളിലാണ് സ്പോർ ഫോം ചെയ്യാന്ന്. ഇങ്ങനെ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പം ഇവരുടെ സെല്ലിൻ്റെ ഉള്ളിലെ പ്രോട്ടോപ്ലാസം ഇല്ലേ, ഈ പ്രോട്ടോപ്ലാസം കണ്ടൻസ് ചെയ്തിട്ട് ഒരു സെല്ലിൻ്റെ ഒരു കോർണറിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പം മെയിൻ സെല്ലിൽ നിന്ന് വിട്ടിട്ട് പ്രോട്ടോപ്ലാസം മൊത്തം സെപ്പറേറ്റ് ആയിട്ട് ഒരു കോർണറിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് കണ്ടൻസ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഈ പ്രോട്ടോപ്ലാസത്തിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? ഒരുപാട് ലെയേഴ്സ്, ഒരുപാട് വാൾ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എൻഡോസ്പോറിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പ്രോട്ടോപ്ലാസ്റ്റ് കാണാൻ പറ്റും. അതായത് ബാക്ടീരിയൽ സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടൻസ് ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് അതിന് ചുറ്റും വാൾ ഫോം ചെയ്യും. നിങ്ങൾ നോക്കിയാൽ ഒരു വാളിന് ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഫസ്റ്റ് എന്താണ്? പ്രോട്ടോപ്ലാസ്റ്റിന് ഏറ്റവും മേലെ ഉള്ളിലായിട്ട് ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവും. ദെൻ എന്താണുള്ളത്? ഒരു കോർട്ടെക്സ് ഉണ്ടാവും. ദെൻ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ദെൻ ഏറ്റവും പുറത്തായിട്ട് സ്പോർ കോട്ടും പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ലെയേഴ്സ് പ്രോട്ടോപ്ലാസ്റ്റിന് ചുറ്റും ഫോം ചെയ്യാണ്. ഇതിൽ ഇന്നർ മെംബ്രെയിന്, ദെൻ കോർട്ടെക്സ് അടുത്ത ലെയറാണ്. കോർട്ടെക്സ് തന്നെ ഇന്നർ കോർട്ടെക്സും ഔട്ടർ കോർട്ടെക്സും ഒക്കെ ഉണ്ട്. ദെൻ എന്താണ്? ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ലെയറാണ് സ്പോർ കോട്ട്. സ്പോർ കോട്ട് തന്നെ ഇന്നർ കോട്ടും ഔട്ടർ കോട്ടും പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, പ്രോട്ടോപ്ലാസ്റ്റിലും കൂടി കണ്ടൻസ് ചെയ്തിട്ട് ഇങ്ങനൊരു സ്പോറായിട്ട് ഫോം ചെയ്യും. ഇവർ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണ്. അതായത് യാതൊരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കില്ല. ഒരു ഡോർമെൻറ്റ് സ്റ്റേജാണ്, റെസ്റ്റിംഗ് പീരീഡാണ്. എത്ര കാലം വേണമെങ്കിലും ഈ ഡോർമെൻറ്റ് സ്റ്റേജിൽ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വൺസ് അവർക്കൊരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പം ഇവരെന്ത് ചെയ്യും? ഈ സ്പോറ് എന്ത് ചെയ്യും? വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യും. നമ്മുടെ സീഡ് ജെർമിനേഷനൊക്കെ പോലെ തന്നെ വാട്ടറും മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താവും? ഈ പ്രോട്ടോപ്ലാസം കണ്ടൻസ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ സ്പോറായിട്ട് മാറിയത്. ഈ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പം പ്രോട്ടോപ്ലാസ്റ്റ് സ്വെല്ല് ചെയ്യും. ആ സെൻറ്ററിലുള്ള
പുറത്തുള്ള പ്രോട്ടോപ്ലാസ്റ്റ് സ്വെല്ല് ചെയ്യുമ്പോൾ എന്താവും, പുറത്ത് ചുറ്റുമുള്ള ആ സ്പോറിൻ്റെ ആ ഒരു ലെയേഴ്സില്ലേ, ചുറ്റുമെന്ന വാളുകൾ, അത് മൊത്തം ഈ പ്രോട്ടോപ്ലാസ്റ്റ് സ്വെല്ല് ചെയ്യുമ്പോൾ അവർ മൊത്തം പൊട്ടിപ്പോവും, ബ്രേക്ക് ആവും. മറ്റേ ഉള്ളിലുള്ളവർ വീർക്കുമ്പം പുറത്തുള്ള ലെയേഴ്സൊക്കെ പൊട്ടിപ്പോകും. ഓക്കെ, അങ്ങനെ ഇവർ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് റീഗെയിൻ ചെയ്യാൻ തുടങ്ങും. അവരവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് റീഗെയിൻ ചെയ്തിട്ട് പുതിയ ഒരു ബാക്ടീരിയ ആയിട്ട് മാറും. അവർക്കൊരു സെൽ വാളൊക്കെ സെക്രേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബാക്ടീരിയ ആയിട്ട് മാറും. ഓക്കെ, സോ ഇതിനെയാണ് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്.